വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമാണ്. ഏത് വർഗീയത എന്ന പ്രശ്നമേ ഇല്ല. ഏത് വർഗീയതയായാലും നാടിനാപത്താണ് എന്ന നിലയാണ് പൊതുവെ സ്വീകരിച്ചു പോകുന്നത്. അതിന്റെ ഭാഗമായി UDF ഈ പറയുന്ന തരത്തിൽ ഒരു നിലയുണ്ടായാൽ എന്തായിരിക്കും എന്നതാണ് സഖാവ് ബാലൻ പറയാൻ ശ്രമിച്ചത് എന്നാണ് ഞാൻ കരുതുന്നത്. കേരളത്തിന്റെ അനുഭവം ചൂണ്ടിക്കാണിക്കുന്നത് എങ്ങനെയാണ് ഭൂരിപക്ഷ വോട്ട് കേന്ദ്രീകരിക്കലാവുക? അത് ഒരു ന്യൂനപക്ഷ വർഗീയതയുടെ ഭാഗമായി നിലകൊള്ളുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രചരണ രീതിയാണ്. ആ പ്രചരണത്തിലൂടെ അവരുദ്ദേശിക്കുന്നത് ഞങ്ങൾക്കെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ അത് ഭൂരിപക്ഷ വർഗീയതയുടെ പ്രകടനമാണ് എന്ന് സ്ഥാപിക്കലാണ്. ഞങ്ങൾ അങ്ങനെ കാണുന്നില്ല. ഞങ്ങൾ ഏത് വർഗീയതയെ പറയുമ്പോഴും ആ വർഗീയതയാണ് എതിർക്കുന്നത്, ഒരു ജനവിഭാഗത്തെയല്ല. ഇപ്പോൾ RSSനെ എതിർക്കുന്നു, ഞങ്ങൾ ഹിന്ദുക്കളെയാണോ എതിർക്കുന്നത്? ജമാഅത്തെ ഇസ്ലാമിയെ എതിർക്കുന്നു, മുസ്ലിമിനെയാണോ എതിർക്കുന്നത്? SDP എതിർക്കുന്നു, മുസ്ലിമിനെയാണോ എതിർക്കുന്നത്? അപ്പോൾ വർഗീയ നിലപാടുകൾ സ്വീകരിക്കുന്നവരാരാണോ അവരെ ഞങ്ങൾ എതിർക്കുന്നു. ജനവിഭാഗങ്ങളെ ജനവിഭാഗങ്ങളെന്ന് കണ്ടുകൊണ്ട് തന്നെ ഉള്ള സമീപനം ഞങ്ങൾ സ്വീകരിക്കുന്നു. എല്ലാ ജനവിഭാഗങ്ങളെയും എടുത്തോ, ഭൂരിപക്ഷ ജനവിഭാഗമായാലും ന്യൂനപക്ഷ ജനവിഭാഗമായാലും ആ ജനവിഭാഗങ്ങളിലെല്ലാമുള്ള മഹാഭൂരിപക്ഷം മതനിരപേക്ഷ ചിന്താഗതിക്കാരാണ്. ഇവർക്ക് വളരെ ചെറിയ സ്വാധീനമുള്ള ഈ വർഗീയ ശക്തികൾക്ക് ആ വർഗീയത നാടിന് വലിയ ആപത്താണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം.